നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏകകൃഷി മേധാവിത്വ കാലഘട്ടത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത വിവരിക്കുക. Write a brief note on the first general election in India. Answer: 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായി നിയോജന മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കേണ്ടി വന്നു. ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കി. 15% വോട്ടർമാർ മാത്രമാണ് സാക്ഷരർ. ഇത്രയും വലിയ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തുകളിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടി. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ലഭിച്ചതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. Identify the causes of the dominance of Congress Party in the first 3 general elections in India. Answer: സ്വാതന്ത്ര്യസമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക്. നെഹ്റുവിന്റെ നേതൃത്വം, രാജ്യത്താകെ വേരുകൾ ഉള്ള പാർട്ടി, കോൺഗ്രസ് പാർട്ടിന്റെ കെട്ടുറപ്പുള്ള മറ്റു പാർട്ടികളുടെ അഭാവം, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി. ഇത്രയും ഭാഗങ്ങൾ നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.